പറയുക, പ്രഗ്നൻസി റിവ്യൂൽ വീഡിയോ നമ്മൾ ഇട്ടതിന് ശേഷം അടുത്തൊരു വ്ളോഗ് ഞാനങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വ്ളോഗ് ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്കതൊരു വ്ളോഗാക്കാം. എങ്ങനെ ഈ ഒരു പ്രഗ്നൻസി ജേണി ഫുള്ളൊരു വ്ളോഗാക്കാം, എന്നിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് എനിക്കൊരു ഇത് തോന്നി. രാവിലെ തന്നെ പ്രഗ്നൻസി ചെക്ക് ഒന്നോടെ ചെയ്തു ഹോസ്പിറ്റലിൽ പോയപ്പോഴുള്ള ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലാതെ പപ്പയോടും മമ്മിയോടും പറഞ്ഞപ്പോൾ ഉള്ള വീഡിയോയോ അതിൻ്റെ ഇൻട്രോയോ ഔട്ട്രോയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടില്ല, അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്ത്. ഞാനിപ്പോൾ വിചാരിക്കുന്നു ഈ ഒരു പ്രഗ്നൻസി ജേണി കംപ്ലീറ്റ് നമുക്കൊന്ന് വ്ളോഗ് ചെയ്യാം. നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, നമുക്ക് ബേബി ഇപ്പോൾ വേണം എന്ന് പ്ലാൻ ചെയ്തൊന്നുമല്ലായിരുന്നു. നമുക്ക് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിയട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ദൈവം തന്നു, നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. യാതൊരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോട്ടെ ഈ ജേണി ഫുള്ള്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. ന്യൂലി മാരീഡ് ആയിട്ടുള്ളവർക്ക്, ഫസ്റ്റ് പ്രഗ്നൻസി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞങ്ങൾ ഷെയർ ചെയ്യും, ഒന്നും ഞങ്ങൾ മറച്ചു വയ്ക്കാൻ പോകുന്നില്ല. എന്തൊക്കെയാണോ ഉള്ളത് A to Z ഞങ്ങൾ ഇതിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇത് എല്ലാവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു അപ്പനാവും അമ്മയാവുക എന്നുള്ളത് എല്ലാവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ജേണിയിൽ, ഞങ്ങളുടെ ജേണിയിൽ വന്നിട്ടുള്ള വിഷമങ്ങളും വന്നിട്ടുള്ള സന്തോഷങ്ങളും എല്ലാം ഞങ്ങൾ നിങ്ങളായിട്ട് ഓപ്പൺലി തന്നെ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പലർക്കും ചിലപ്പോൾ അത് ഹെൽപ്പായിരിക്കും. ഒരു ചെറിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ അത് വലിയൊരു ഹെൽപ്പായിരിക്കാം. സോ ഞാനതിന് തയ്യാറാണ്. അതുകൊണ്ട് പപ്പയോടും മമ്മിയോടും പറഞ്ഞപ്പോൾ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് ഭയങ്കര മിസ്സായിപ്പോയി. നമുക്ക് ഈ വീഡിയോയിൽ മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ ഇപ്പോൾ കുഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തു, അപ്പോൾ ലൈൻ പിന്നെ 2 ലൈൻ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വീഡിയോ ആണ്. ഫസ്റ്റായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നമ്മൾ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും കുഞ്ഞും കൂടി ഇവിടെ അടുത്തുള്ളൊരു നല്ല ഹോസ്പിറ്റലിൽ പോയി നമുക്കിതൊന്ന് കൺഫേം ആക്കണ്ടേ. അങ്ങനെ കൺഫേം ആക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വ്ലോഗ് കണ്ടിട്ട് വരാം. കുഞ്ഞു പേടിയുണ്ടോ? ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം ഓക്കെ ആവട്ടോ. ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഇതറിഞ്ഞപ്പോൾ വീട്ടിൽ പറയണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തത്. കാരണം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിലാണ് ആദ്യം കുഞ്ഞിനെ ഞാൻ കാണിക്കാൻ കൊണ്ടുപോയത്. അവിടെ ചെന്ന് വെയിറ്റ്, ടെമ്പറേച്ചർ, BP അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു. എന്നിട്ട് ഡോക്ടർ നമ്മളോട് ലൈൻസ് എല്ലാം പ്രിറ്റി ഡാർക്കാണ്, സോ കൺഗ്രാറ്റുലേഷൻ എന്ന് ഡോക്ടർ പറഞ്ഞു. സോ ഞങ്ങൾ ഹാപ്പിയായി. പിന്നെ ഡോക്ടർ പീരീഡ്സ് മിസ്സായിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചു. സോ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ഒരു 10 days കഴിഞ്ഞിട്ട് വാ, നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. സോ ഈ സന്തോഷ വാർത്ത വീട്ടിൽ പറയണ്ടേ. അതിനായിട്ട് ഞങ്ങൾ അടുത്തുള്ള സ്വീറ്റ് ഷോപ്പിൽ കയറി അവിടുന്ന് കുഞ്ഞ് കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ചു. കുഞ്ഞു എന്തോരം ഹാപ്പിയാന്നുള്ളത് കുഞ്ഞുവിൻ്റെ ഫേസ് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫേസ് ആർക്കും കാണാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ വീഡിയോ എടുക്കല്ലേ. ഡോക്ടർ അന്നേരം അങ്ങനെ പറഞ്ഞപ്പോണ്ടല്ലോ, എൻ്റെ പല്ല് എത്ര ഉണ്ടെന്ന് വേണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാതെ തന്നെ നിങ്ങൾക്ക് എണ്ണ എടുക്കാൻ പറ്റും. അത്രയ്ക്കായിരുന്നു ഞാൻ വായ വിളിച്ചിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീട്ടിൽ ചെന്ന് പപ്പയുടെയും മമ്മിയുടെ അടുത്തൊക്കെ പറഞ്ഞത്. സോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തെ ആ ഹാപ്പിനെസ്സിൽ ഞാനതൊക്കെ വിട്ട്. അതിനുശേഷം ഞാനും കുഞ്ഞും പപ്പയും കൂടി നേരെ ലുലു മാളിൽ പോയി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. പിന്നെ ചീര മേടിച്ചു, മീൻ മേടിച്ചു. ഇതൊക്കെ ഗർഭിണികൾ കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ മീൻ, അത് വലിയ മീൻ ഒഴിച്ച് ചെറിയ മീൻ കഴിക്കാൻ നോക്കുക. കാരണം വലിയ മീനിൽ മെർക്കുറിയുടെ അളവ് കൂടുതലാണ്. എന്താല്ലേ അപ്പനാവുമ്പോൾ എന്തൊക്കെ പഠിക്കണം. അങ്ങനെ നമ്മൾ ലുലു മാളിൽ നിന്ന് കുഞ്ഞിന് വേണ്ട കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, കൂടെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും. ഇപ്പം ഞാൻ ഓരോ പ്രാവശ്യം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ, അവളുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചം കാണാൻ പറ്റും. പ്രഗ്നൻ്റ് ആണോ എന്ന് ഡൗട്ടുള്ളപ്പോൾ തൊട്ടേ പ്രവീണിൻ്റെയും മൃദുലയുടെയും വീഡിയോ കുഞ്ഞ് കണ്ടു തുടങ്ങി. അവരുടെ വീഡിയോയിൽ കണ്ടുപിടിച്ച സംഭവമാണ് മക്കാന, ലോട്ടസ് സീഡ് എന്ന് പറയും. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല വിലയാണ്, അതിന് ഡിമാൻഡ് കൂടി. കുഞ്ഞിന് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് ഉണ്ട്, മോഗു എന്ന് പറയും. അത് കുടിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ വില കൂട്ടി, അതിൻ്റെ ദേഷ്യത്തിലെ പുള്ളിക്കാർ. പിന്നെ ഈ സമയത്ത് അതുപോലുള്ള ഡ്രിങ്ക്സ് ഒന്നും കുടിക്കുന്നത് നല്ലതല്ല. സോ ഞങ്ങളതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തു. പിന്നെ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു വിടാത്തൊരു സ്ഥലമുണ്ട്, അതാണ് ഫ്രൂട്ട്സ് മേടിക്കുന്ന സ്ഥലം. ബാ, നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചാലോ. കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യത്തേക്ക്. സോ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന പപ്പായ, പൈനാപ്പിൾ അവക സാധനങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ബാക്കിയത്തെ ഫ്രൂട്ട്സ് എല്ലാം വാരി ടിന്നിലിട്ടു. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ വാങ്ങിച്ച ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരു കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ചു. 6 മാസത്തേക്കുള്ള വാങ്ങിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ തീർത്താൽ കൊള്ളാം. പിന്നെ ഡോക്ടർ 10 days കഴിഞ്ഞ് വരാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ ഇയർലി സ്റ്റേജ് ആയതുകൊണ്ട് കുഞ്ഞവിടെ ഹാർട്ട് ബീറ്റ് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞവിടെ ഹാർട്ട് ബീറ്റ് കേൾക്കാം. ഔട്ട്ഡോറിൽ ഞാൻ ഇവിടെ വെച്ചാണ് എടുക്കുന്നത്. ബിക്കോസ് നമുക്ക് വ്ലോഗ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അവിടെ അതൊന്നും അന്നേരം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഇച്ചിരി വൈകിയാട്ടോ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതല്ല. ഇനി അടുത്തടുത്ത് തന്നെ പെട്ടെന്ന് വിട്ട് നമുക്ക് അടുത്ത വ്ലോഗും കാര്യങ്ങളൊക്കെ ഇടാം. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞത് പ്രിറ്റി ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് ആണ്. സോ കൺഫേം ആണ്,
ബട്ട് ഇപ്പോൾ നമുക്കൊരു 10 days കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ അന്നേരം കേൾക്കാം. ബിക്കോസ് ഇപ്പോൾ എയർലി സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു 10 days കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭാവിനെ കാണാം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. 10 days കഴിഞ്ഞിട്ട് നമ്മളോട് ഇനി ചെല്ലാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങൾ തരും, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ 2 അയൺ ഗുളിക കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് 1 month. വേറെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീട്ടിലൊക്കെ ഭയങ്കര ഹാപ്പി എല്ലാവരും. എനിക്ക് ആ വ്ളോഗ് അപ്പം മമ്മിയുടെയും റിയാക്ഷൻ എടുക്കാൻ പറ്റില്ല ലൈവായിട്ടുള്ളത്, അത് ഭയങ്കര മിസ്സായി പോയി. ബിക്കോസ് ഇതൊരു വ്ളോഗിനുപരി നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് പിന്നീട് എപ്പോഴായാലും നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ ഫോണിൽ എന്തൊരു സ്റ്റോർ ചെയ്യാൻ പറ്റും, എപ്പോഴാണെങ്കിലും അതൊക്കെ നമുക്ക് നശിച്ചു. ഒരു യൂട്യൂബ് ചാനൽ അവിടെ കിടന്നുള്ളൂ, ആര് കണ്ടില്ലെങ്കിലും നമുക്ക് പിന്നീട് നമ്മുടെ മക്കളെ നമ്മളായാലും എൻ്റെ പപ്പയും അമ്മയൊക്കെ ചെയ്തിട്ടാണ് വീഡിയോ ഞാൻ വരാൻ നേരത്തെ അവർ എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് ഇതിൻ്റെ പുറകിൽ. നമ്മുടെ ലൈഫിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മെമ്മറി അത് അവിടെ കിടന്നുള്ളൂ. എനിക്ക് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഒരുപാട് പേർക്ക് ഇതൊരു ഹെൽപ്പ് ആവും. ഇതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക ഇൻഫർമേഷൻ, നല്ല നല്ല ഇൻഫർമേഷൻ കിട്ടും. സോ അത് മറ്റുള്ളവരുടെ ലൈഫിലും കുറേ രീതിയിൽ ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾക്കൊരു ഫാമിലി ആവുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും ഹാപ്പിയാണ്, കുഞ്ഞും ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. സോ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ നമുക്ക് ചുറ്റുമുള്ള കുറച്ച് വരെ റിയാക്ഷൻ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വരെ ഒന്നും കിട്ടിയില്ല, റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ബിക്കോസ് എക്സ്പീരിയൻസ്, ഇതിൽ ഭയങ്കര എക്സ്പീരിയൻസിന് മാറ്റർ ഉണ്ട്. നമ്മളൊരു വ്ളോഗ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളൊരു 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർന്ന ഒരു കൊച്ചിൻ്റെ അവസ്ഥയാണ്. പിന്നീടാണ് നമ്മൾ മെച്ചപ്പെട്ട് വരുത്തുള്ളൂ. സോ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഷോർട്സ് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ അതുകൊണ്ട് ഷോർട്സ് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും അതിലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷേ വ്ളോഗ് ചെയ്ത് അങ്ങനെ ഒരു ശീലമില്ല നമുക്ക്. ചെറുതായിട്ട് വല്ലപ്പോഴും എടുക്കുന്ന ക്ലിപ്സൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വ്ളോഗ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും, നന്നായിട്ട് തന്നെ വ്ളോഗ് ഇടും. ഓക്കെ, അപ്പോൾ ഇതിനൊരു നല്ല തുടക്കമായിരിക്കട്ടെ. സോ ഹാപ്പി എല്ലാവരോടും. ബൈ.